ചേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു മഹാശിവഭക്തൻ്റെ ജീവിതകഥയിലേക്കാണ് നാം കടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദണ്ഡിയടികൾ എന്നാണ്. ഈ ദണ്ഡിയടികളെ പറ്റി സുന്ദരമൂർത്തി സ്വാമികൾ പെരിയ പുരാണത്തിൽ പാടുന്നത് ഇങ്ങനെയാണ്: അന്ധത്വം തനിക്കുള്ളതകറ്റിയിട്ട് അർഹതന്മാർക്ക് അന്ധത്വം ചേർത്ത ദണ്ഡിയടികൾക്ക് അടിമ ഞാൻ. ദണ്ഡിയടികളുടെ അടിമയാണ് ഞാനെന്ന് സുന്ദരമൂർത്തി സ്വാമികൾ പാടുകയാണ്. തൻ്റെ അന്ധത്വത്തെ അകറ്റുകയും ജൈനന്മാർക്ക് അന്ധത്വം നൽകുകയും ചെയ്ത ദണ്ഡിയടികളുടെ കഥയാണ് ചേക്കിഴാസ്വാമികൾ പെരിയ പുരാണത്തിൽ വിവരിക്കുന്നത്. ആ കഥ ഏതാണ്ട് 28 ശ്ലോകങ്ങളിലായിട്ടാണ് ചേക്കിഴാസ്വാമികൾ പെരിയ പുരാണത്തിൽ വായിക്കുന്നത്. നമുക്ക് ദണ്ഡിയടികളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. തിരുവാരൂരിൽ ജനിച്ച ഒരു ശിവഭക്തനാണ് ദണ്ഡിയടികൾ. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു. പക്ഷേ ഈ അന്ധത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല. സാധാരണ മറ്റ് കാഴ്ചയുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലികളും ഈ ദണ്ഡിയടികൾ ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ദണ്ഡിയടികൾ എല്ലാ ദിവസവും വാൽമീകനാഥനെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെയുള്ള ജോലികളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വാൽമീകനാഥനെ പൂജിക്കുന്ന ദണ്ഡിയടികൾ ആ അമ്പലത്തിലെ ക്ഷേത്രക്കുളം, അതിൻ്റെ പേര് കമലാലയം എന്നാണ്, ആ ക്ഷേത്രക്കുളം ഏറെക്കുറെ നികന്ന് ചെളി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ദണ്ഡിയടികൾക്ക് ആ ക്ഷേത്രക്കുളം വൃത്തിയാക്കണമെന്നും ആഴം കൂട്ടണമെന്നും ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കരയിൽ 2 കുറ്റികൾ കുഴിച്ചിട്ട് അതിൽ കുളത്തിന് എതിരെ ഒരു വടം വലിച്ചു കെട്ടി ആ വടത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം കുളത്തിലെ മണ്ണെല്ലാം ചെളിയെല്ലാം കോരി കരക്കിടുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആ കുളത്തിന് അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ജൈനന്മാർ വസിക്കുന്ന സ്ഥലമായിരുന്നു. അവർക്ക് ഇതൊരു ശല്യമായി തീർന്നു. ഈ കുളത്തെ ഭംഗിയാക്കുന്നത് ജൈനന്മാർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ കൂട്ടം കൂടി ചെന്നിട്ട് ഇദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഈ കുളത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ദണ്ഡിയടികൾ ദ്രോഹം ചെയ്യുകയാണ്, അവയൊക്കെ ചത്തുപോകും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറയുന്ന ആ രംഗം ഇവിടെ ചേക്കിഴാസ്വാമികൾ ചിത്രീകരിക്കുകയാണ്. ജൈനന്മാർ ദണ്ഡിയടികളോട് ദേഷ്യത്തോടെ പറഞ്ഞ ആ വാക്കുകൾ ഇതാണ്: കണ്ണോ ഇല്ലാതായി, ഇപ്പോൾ കാതും കേൾക്കാതായോ എന്ന് അരിശപ്പെടുത്തി അയാളെ അപമാനിച്ചു. എന്നാൽ ദണ്ഡിയടികൾ അത് തിരിച്ചടിച്ചു. മന്ദബുദ്ധിയും കൺകുരുടും ബധിരതയും നിങ്ങൾക്കാണ്. ത്രിപുരദഹനം ചെയ്ത പരമാത്മാവിനെയാണ് ഞാൻ കാണുന്നത്. നിലയില്ലാത്തവരെ, നിങ്ങൾക്ക് കണ്ണ് കാണാതാവുകയും എനിക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്താൽ എന്താണ് പറയുക എന്ന് ദണ്ഡിയടികൾ തീർത്ത് ചോദിച്ചു.
അപ്പോൾ നിന്റെ ദൈവശക്തിയാൽ അപ്രകാരം വന്നാൽ ഞങ്ങൾ ഈ ദേശം വിട്ടുപോകുമെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ജൈനർ കുളത്തിനുള്ളിൽ കെട്ടിയിരുന്ന കയറും തടികളും മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന മൺകുട്ടയും തട്ടിപ്പറിച്ചെടുത്ത് നശിപ്പിച്ചു. ഈ ദുഷ്കൃത്യങ്ങളെ മനസ്സിലാക്കിയ ദണ്ഡിയടികൾ നേരെ പൂങ്കോവിലിൽ ചെന്ന് വാൽമീകിനാഥനെ അഭയം പ്രാപിച്ച് വണങ്ങി താൻ അനുഭവിച്ച ഹൃദയവ്യഥ എത്രയാണെന്ന് ഭഗവാനെ അറിയിച്ചു. താൻ ചെയ്തു വന്നിരുന്ന ക്ഷേത്രകാര്യം സാധ്യമല്ലാത്തായതിൽ വ്യസനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വാൽമീകിനാഥനെ നിരന്തരം ഭജിച്ച് നമഃശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് ജീവിച്ചു. ഇങ്ങനെയിരിക്കെ ദുഃഖിതനായ ദണ്ഡി അടികളുടെ വേദന വാൽമീകിനാഥൻ കേൾക്കുകയും അന്നത്തെ ചോഴ രാജാവിന് വാൽമീകിനാഥൻ രാത്രിയിൽ ഒരു സ്വപ്ന ദർശനം നൽകി. അതായത് ദണ്ഡി അടികളുടെ വേദന നീ ഇല്ലാതാക്കുക. ഈ സ്വപ്ന ദർശനം കിട്ടിയ രാജാവ് പിറ്റേ ദിവസം തന്നെ കമലാലയം എന്ന തീർത്ഥക്കുളത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ദണ്ഡി അടികളോട് വിവരങ്ങളെല്ലാം തിരക്കി. അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജൈനന്മാർ പറഞ്ഞു, ദണ്ഡി അടികൾ നുണയാണ് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഇയാളെ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നുണ പറഞ്ഞ് രാജാവിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, അമ്പലക്കുളത്തിൽ കുളിച്ച് നിങ്ങൾ വാൽമീകിനാഥൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ആദ്യം അമ്പലക്കുളത്തിൽ കുളിച്ച ദണ്ഡിയടികൾ വാൽമീകിനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. ഞാൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയല്ലെങ്കിൽ അങ്ങ് എനിക്ക് കാഴ്ച തരണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങ് എനിക്ക് കാഴ്ച തരികയും ജൈനന്മാരുടെ കാഴ്ച ഇല്ലാതാക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം ദണ്ഡിയടികൾക്ക് കാഴ്ച ലഭിക്കുകയും ജൈനന്മാരുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അതോടുകൂടി അവിടെ താമസിച്ചിരുന്ന ജൈനന്മാരെല്ലാം അവിടം വിട്ട് തിരുവാരൂർ വിട്ട് പോവുകയും ചെയ്തു. ഇതാണ് ദണ്ഡിയടികൾ പറയുന്ന കഥ. ചോഴ രാജാവ് കമലാലയക്കുളം പൂർണ്ണമായി ആഴപ്പെടുത്തി കൽപ്പടികളെല്ലാം കെട്ടി അത് കൂടുതൽ ഭംഗിയാക്കുകയും അത് സൂക്ഷിക്കേണ്ട ചുമതല ദണ്ഡിയടികളെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദണ്ഡിയടികൾ വാൽമീകിനാഥനെ ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് സാധന ചെയ്തുകൊണ്ട് അവിടെ വസിക്കുകയും അവസാന കാലത്ത് അദ്ദേഹം ശിവലോകം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ദണ്ഡി അടി നയനാരുടെ കഥയായിട്ട് ചേക്കിഴാ സ്വാമികൾ വിവരിക്കുന്നത്. അപ്പോൾ പെരിയ പുരാണത്തിലെ 63 നായനാർമാരിൽ ഒരാളാണ് ദണ്ഡിയടികൾ. ദണ്ഡിയടികൾ ശരിക്കും ആ ശിവഭക്തി കൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുകയും മാത്രമല്ല ശൈവ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. തൻ്റെ ദൃഢമായ ശിവപൂജ കൊണ്ട് പഞ്ചാക്ഷരി മന്ത്രസാധന കൊണ്ട് അദ്ദേഹം ജീവിതത്തെ സഫലമാക്കി തീർത്തു. കാഴ്ച ആദ്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ച് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതമാകെ മാറി മറിഞ്ഞ ഒരുപാട് ശിവഭക്തന്മാർ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോഴുമുണ്ട്. പലർക്കും ഇതേപോലുള്ള 100 അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഈ ഉള്ളവനും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ശിവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു,
വ്യക്തിപരമായ ഈ സംഭവം പറയാൻ എനിക്ക് മടിയുണ്ട്, എങ്കിലും പറയാതെ വയ്യ. തിരുമന്ദിരം വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന അധികമാക്കുകയും പെട്ടെന്ന് ലിസി ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റാകുകയും ചെയ്തു. ഭയങ്കരമായ നെഞ്ചുവേദന കൊണ്ട് എന്തും സംഭവിക്കും എന്നാണ് കരുതിയത്. അപ്പോൾ ആൻജിയോഗ്രാം എടുത്തു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ 90% ബ്ലോക്കുകളുണ്ടെന്നും ആ ബ്ലോക്കുകൾ മാറ്റാൻ ഉടനെ ശസ്ത്രക്രിയ നടത്തണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഉടനെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഏതാണ്ട് അനേകം മണിക്കൂറുകൾ, 8 മണിക്കൂറുകൾ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്കൊടുവിൽ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ എന്നെ സമീപിക്കുകയും അദ്ദേഹം ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ശിവഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ രോഗം മാറിക്കിട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. ഓപ്പറേഷൻ വിജയമായിരിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ, അദ്ദേഹം ലിസി ആശുപത്രിയിലെ ഭാസ്കർ രംഗനാഥ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. അധികം നാളായിട്ടില്ല, കൂടി വന്നാൽ ഒരു 5 മാസം 4 മാസമേ ആയിട്ടുള്ളൂ. ആ ഡോക്ടർ ഭാസ്കർ രംഗനാഥ് എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹം ശിവൻ്റെ അടിമയാണെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ട് കോരിത്തരിച്ചു പോയി. ഒരു ശിവഭക്തൻ്റെ ഹൃദയത്തെ ജീവനുള്ളതാക്കി മാറ്റിയത് ശിവൻ്റെ അടിമയാണ് എന്ന് ഞാൻ അത്ഭുതത്തോടെ അപ്പോൾ അറിയുന്നു. അദ്ദേഹം പറഞ്ഞു, ആ സംഭവം വിവരിച്ചു എന്നോട്. ഈ ഡോക്ടർ ഭാസ്കർ രംഗരാജ് വളരെ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഏതോ മാരക രോഗം അദ്ദേഹത്തെ, ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞു ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, മാരക രോഗം ബാധിച്ച് മരിക്കും എന്ന അവസ്ഥയായി. ആ സമയം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കൂടി ഈ ഡോക്ടർ ഭാസ്കർ രംഗനാഥ് എന്ന കുഞ്ഞിനെ തൊട്ടടുത്തുള്ള ശിവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് ചെല്ലുകയും അവിടെ ശിവൻ്റെ മുമ്പിൽ അടിമ കിടത്തുകയും ചെയ്തു. ഇപ്പോഴും ആ ചടങ്ങുകൾ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയാം. അടിമ കടത്തുക എന്ന് പറഞ്ഞൊരു ഉപാസനാ രീതി, ഒരു സാധനാ സമ്പ്രദായമുണ്ട്. ആ കുഞ്ഞിനെ ശിവൻ്റെ മുമ്പിൽ കിടത്തിക്കൊണ്ട് ഇന്നു മുതൽ ഈ കുഞ്ഞ് ഭഗവാന്റെ അടിമയാണ് എന്ന് രക്ഷകർത്താക്കൾ പറയുകയും അങ്ങനെ അന്നു മുതൽ ശിവൻ്റെ അടിമയായി ആ കുഞ്ഞ് വളരുകയും ചെയ്യുക. അങ്ങനെയാണ് ഡോക്ടർ ഭാസ്കർ രംഗനാഥ് ശിവൻ്റെ അടിമയായിത്തീർന്നത്. ആ ശിവൻ്റെ അടിമയാണ് ശിവഭക്തനായ എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകിയത് എന്ന് ആദരവോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം മാത്രമാണ്. ഇതേപോലെ 100 കണക്കിന് 1000 കണക്കിന് അനുഭവങ്ങളുള്ള ഭക്തന്മാർ ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ ഭാസ്കർ രംഗനാഥ് ശിവൻ്റെ അടിമ ആയതുകൊണ്ടാണ് ഈ ശിവഭക്തന് ഇന്ന് ഈ പെരിയ പുരാണം പറയാനുള്ള അനുഗ്രഹം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ശിവൻ്റെ അടിമയായ ഡോക്ടർ ഭാസ്കർ രംഗനാഥിന് നന്ദി പറയാനും ശിവ ഭഗവാന്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ഈ ശിവ ജോലികൾ ചെയ്യാനും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ ചേക്കടാ സ്വാമിയേ നമഃ. ഓം ദണ്ഡിയടികളേ നമഃ.